ശംശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. മെയ് 1-ാം തീയതി മെയ് ദിനം തൊഴിലാളികളുടെ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമാണ്. അതിൻ്റെ എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾ ഓരോരുത്തർക്കും നേരുകയാണ്. നിങ്ങളുടെ അധ്വാനത്തെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മളിന്ന് ധ്യാനിക്കുന്ന വിഷയം വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയ ഒരു കാര്യമാണ്. കണ്ടുപഠിച്ചാൽ കൂടെ വസിക്കാം. വിശുദ്ധ യൗസേപ്പിൻ്റെ ജീവിതം കണ്ടുപഠിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൂടെ വസിക്കാൻ എളുപ്പമാകും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യേശുവിനെ അന്വേഷിച്ചു പോകുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇനി യേശുവിനെ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, ഗുരോ അങ്ങ് എവിടെ വസിക്കുന്നു? അതിന് മറുപടിയായിട്ട് നിങ്ങൾ 31 മുതൽ മുമ്പോട്ട് വായിച്ചു കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും. യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ ഇനി അവര് ചെന്ന് കണ്ടു, കൂടെ വസിച്ചു. ഈ രണ്ട് കാര്യങ്ങളും അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അവർ ചെന്നു, കർത്താവിനെ കണ്ടു, അവൻ്റെ കൂടെ വസിച്ചു. അങ്ങനെ അവർ ശിഷ്യത്വം ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മളാണേലും മറ്റുള്ളവരിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടത് കണ്ടുപഠിക്കണം, കേട്ടുപഠിക്കേണ്ടത് കേട്ടുപഠിക്കണം. ദൈവത്തിൻ്റെ കൂടെ വസിക്കാനുള്ള ആ വലിയ മനസ്സ് നമുക്ക് ഉണ്ടാകണം. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് 2-3 കാര്യങ്ങൾ നമുക്ക് വിചിന്തനം ചെയ്യാം. ഒന്നാമത്തെ കാര്യം, യേശു കണ്ടുപഠിച്ചവൻ. ലൂക്കാ 11-1 മുതൽ വായിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. ആ പ്രാർത്ഥിക്കുന്ന യേശുവിൽ നിന്നും ശിഷ്യന്മാർ കണ്ടുപഠിച്ചു പ്രാർത്ഥിക്കാനായിട്ട്. അവരാവശ്യപ്പെട്ടു, ഇതുപോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. യേശുവിൽ നിന്ന് കണ്ടുപഠിച്ച വ്യക്തികൾ. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, യേശുവിനെ കേട്ടുപഠിച്ച ചില വ്യക്തികളുണ്ട്. അതേക്കുറിച്ച് അറിയണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. യേശു പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ അവസാനം ജനം വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവൻ ഫരിസേരെയും നിയമജ്ഞരെയും പോലെ അല്ല നമ്മളെ പഠിപ്പിക്കുന്നത്, അധികാരമുള്ളവനെ പോലെയാണ്. അവര് പ്രസംഗം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഇവൻ അധികാരമുള്ളവനെ പോലെയാണ് പഠിപ്പിക്കുന്നത്. യേശുവിനെ കേട്ട് അതിൽ നിന്നും പഠിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണാൻ പറ്റും. യേശുവിനെ കണ്ട് അവനിൽ നിന്നും പഠിച്ച ശിഷ്യന്മാരെക്കുറിച്ചും നമുക്ക് മനസ്സിലായി. വിശുദ്ധ അഗസ്തീനോസ് അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, കുട്ടികൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ജീവിതമാണ്. മാതാപിതാക്കളെ മക്കള് കണ്ടുപഠിക്കും, കേട്ടുപഠിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതം കുറ്റമറ്റതാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവർ മക്കളുടെ പുറകെ ഒരുപാട് ഉപദേശവുമായിട്ട് ഓടി നടക്കേണ്ടി വരില്ല എന്നുള്ളത് ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിനി വിശുദ്ധ യൗസേപ്പിൻ്റെ ജീവിതം കണ്ട് ഒരു 8 കാര്യങ്ങൾ പഠിക്കാം. അത് ദൈവത്തിൻ്റെ കൂടെ വസിക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, അധ്വാനത്തിന് മാതൃകയായി മാറിയ ഒരു വ്യക്തിയാണ് യൗസേപ്പ്. മർക്കോസ് 6-3-ാമത്തെ വചനം യേശുവിനെ തന്നെ മരപ്പണിക്കാരൻ എന്ന് വിളിക്കാനുള്ള കാരണം, യേശു യൗസേപ്പിൻ്റെ കൂടെ നിന്ന് മരപ്പണി ചെയ്തു. യൗസേപ്പും ആ അധ്വാനം നടത്തിയിരുന്ന വ്യക്തിയാണ്. യേശുവും അവനോട് ചേർന്ന് അധ്വാനിക്കുന്നത്. അങ്ങനെ തൊഴിലിന് ഒരു മാഹാത്മ്യം ദൈവം തന്നെ പകർന്നു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യമാണ്, അനുസരണത്തിന് മാതൃകയായി മാറിയ വ്യക്തിയാണ് യൗസേപ്പ്. അവന് സ്വപ്നത്തിൽ പല സന്ദേശങ്ങളും ലഭിച്ചുകൊണ്ടിരുന്നു. യൗസേപ്പിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉറക്കം പോലും ഒരു പ്രാർത്ഥന പോലെയാണ്. അവന് സന്ദേശങ്ങൾ, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ ഇതൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. നമ്മളാണ് പ്രാർത്ഥിക്കാനിരുന്നാൽ പോലും ഉറങ്ങിപ്പോകും. യൗസേപ്പിന് തൻ്റെ ഉറക്കം പോലും ഒരു പ്രാർത്ഥനയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മത്തായി 1-20 സ്വപ്നത്തിൽ അവന് കിട്ടിയൊരു സന്ദേശം, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട, അവൻ അത് അനുസരിക്കുന്നത് കാണാൻ പറ്റും. മത്തായി 2:13 ഈജിപ്തിലേക്ക് മറിയത്തെയും ശിശുവിനെ എടുത്ത് പലായനം ചെയ്യുക, അത് അനുസരിക്കുന്ന യൗസേപ്പിനെ നമുക്ക് കാണാൻ പറ്റും. മത്തായി 2:19 ഇനി നിങ്ങൾ തിരിച്ച് ഇസ്രായേലിലേക്ക് പോവുക എന്ന് അവന് നിർദ്ദേശം കൊടുക്കുന്നത് കാണാൻ പറ്റും. അതനുസരിക്കുന്ന യൗസേപ്പിനെ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, യൗസേപ്പ് അനുസരണത്തിന് ഒരു മാതൃകയായിരുന്നു. മൂന്നാമത്തെ കാര്യമാണ്, അനുതാപത്തിന് മാതൃകയായി മാറിയ വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ്. വിശുദ്ധ വാൾത്തോർത്തായിയുടെ ഒരു ദർശനം വിവരിക്കുന്നുണ്ട്. ഒരിക്കൽ യൗസേപ്പ് പിതാവിൻ്റെ കണ്ണ് നിറഞ്ഞ് അതിൽ കണ്ണുനീര് പാത്രത്തിൽ കെട്ടി നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. എന്നിട്ടത് താഴേക്ക് ഒഴുകി വരുന്നു. ഈ കണ്ണീരോടെ പോയി മറിയത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അവൻ ഏറ്റുപറഞ്ഞൊരു കാര്യം, ഒരു നിമിഷമാണെങ്കിൽ ഒരു നിമിഷം ഞാൻ നിന്നെ സംശയിച്ചു പോയെങ്കിൽ എനിക്ക് മാപ്പ് തരണം എന്ന്. അനുതാപത്തിന് മാതൃകയായി മാറിയ ഒരു വ്യക്തിയാണ് യൗസേപ്പ് എന്ന് നമുക്ക് കാണാൻ പറ്റും. നാലാമത്തെ കാര്യമാണ്, നീതിമാനായിരുന്നു യൗസേപ്പ് എന്നുള്ളത് വചനം പഠിപ്പിക്കുന്നുണ്ട്. മത്തായി 1:19 വചനം, അവൻ നീതിമാനായിരുന്നു. ജ്ഞാനം 3-1 മുതൽ വായിച്ചാൽ നീതിമാന്റെ ആത്മാവ് ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. അഞ്ചാമത്തെ കാര്യമാണ്, ഭയഭക്തി. അതിന് മാതൃകയായി മാറിയൊരു വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ്. പ്രഭാഷകൻ 2:15 മുതൽ വായിക്കുമ്പോൾ ദൈവഭക്തിയുള്ളവരുടെ നേട്ടങ്ങൾ, അവർ വചനം ധിക്കരിക്കില്ല, അവർ ദൈവേഷ്ടം നിറവേറ്റും,
അവരെപ്പോഴും ദൈവത്തിന് വേണ്ടി ഹൃദയം ഒരുക്കി വെക്കും. ഇതെല്ലാം യോസേപ്പിന്റെ ജീവിതത്തിൽ നിറവേറി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. സുഭാഷിതങ്ങൾ 8:13. ഭക്തി എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഭക്തി എന്താണ്? തിന്മയെ വെറുക്കുന്നതാണ്. തിന്മയെ വെറുക്കുന്നത്, അഹംഭാവം, ഗർവ്, ദുർവചനം, ദുർമാർഗം, ഇതൊക്കെ വെറുക്കുന്നതാണ് ദൈവഭക്തി എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. 6ാമത്തെ കാര്യമാണ് ശാന്തത, നിശബ്ദത. ഇത് രണ്ടും യോസേപ്പിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന കാര്യങ്ങളാണ്. നമ്മൾ അധരങ്ങളെ ശാന്തമാക്കുമ്പോഴാണ് ഹൃദയം ജ്വലിക്കുക. പറഞ്ഞാൽ മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ളവരുടെ ഹൃദയം ജ്വലിക്കുന്ന അനുഭവം ഉണ്ടാവും. ഇതുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് യോസേപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 7ാമത്തെ കാര്യമാണ് ധൈര്യം. അസാധാരണ ധൈര്യം പ്രകടമാക്കിയ ഒരു വ്യക്തിയാണ് വിശുദ്ധ യോസേപ്പ്. ഈ ധൈര്യം എന്തിലായിരുന്നു? അനുസരിക്കുന്നതിലാണ് ആ ധൈര്യം പ്രകടമാക്കിയത്. ജെറമ്യാ 1:17 പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അനുസരിച്ചാൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നീ അത് പറയാൻ ഭയപ്പെട്ടാൽ ഞാൻ നിന്നെ പരിഭ്രാന്തനാക്കും എന്നുള്ളത് വചനം പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു അനുസരണം, അതുപോലെ തന്നെ ഈ ഒരു ധൈര്യം എടുത്തു കാട്ടിയ ഒരു വ്യക്തിയാണ് യോസേപ്പ് എന്ന് പറയാൻ പറ്റും. അവസാനത്തെ കാര്യമാണ് വിശ്വസ്തത. 8ാമത്തെ കാര്യം വിശ്വസ്തത. നമ്മൾ കാണുന്നുണ്ട്, മറിയം അവിശ്വസ്തത കാണിച്ചോ എന്ന് സംശയിക്കാമായിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും വിശ്വസ്തത തുടരുന്ന യോസേപ്പ് പിതാവിനെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഓസിയയുടെ പുസ്തകം ആദ്യ അധ്യായങ്ങൾ വായിച്ചാലും അവിടെയും നമ്മൾ കാണുന്നുണ്ട്. ഓസിയ പ്രവാചകൻ ഗോമറിനോട് കാണിച്ചത്, അവൾ അവിശ്വസ്തത കാണിച്ചപ്പോൾ അവൻ വിശ്വസ്തത തുടരുന്നു. ഇത് വലിയൊരു കാര്യമാണ്, ദൈവം നമ്മോട് കാണിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാനും നമുക്ക് ദൈവവചനങ്ങളുണ്ട്. ജെറമ്യായുടെ പുസ്തകം 31:3 വചനം വായിച്ചാൽ, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലവും. ആ ഗണത്തിൽപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിലൂടെ ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്നവരായി മാറുവാൻ വേണ്ട സൗഭാഗ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.